Unit number 19, Receivables Management. The most common form of short-term debt is trade or mercantile credit. It is a short-term credit extended by supplier to the buyer in connection with the purchase of goods or ultimate resale or for ultimate resale. Consumer's credit, on the other hand, is a credit of retailer to the consumer so that he may purchase goods too. ഇപ്പോൾ ഷോർട്ട് ടൈം ഡെപ്റ്റിൽ പ്രധാനപ്പെട്ട ഒരു ഫോമാണ് ട്രേഡ് ഡെപ്റ്റ് അല്ലെങ്കിൽ മെർക്കൻറ്റൈൽ ക്രെഡിറ്റ്. സപ്ലയർ ബയ്യർക്ക് പർച്ചേസുമായി ഗുഡ്സുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഒരു ക്രെഡിറ്റ് ആണ് ട്രേഡ് ഓർ മെർക്കൻറ്റൈൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് ടോപ്പിക്ക് പറയുന്നത് nature and goals of credit policy. The term credit policy refers to those decision variables that influence the amount of trade credit, that is the investment in receivables. ക്രെഡിറ്റ് പോളിസി എന്ന് പറയുന്നത് ട്രേഡ് ക്രെഡിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേരിയബിൾസിനെ ഡിസിഷൻ വേരിയബിൾസ് ആണ് ക്രെഡിറ്റ് പോളിസി എന്ന് പറയുന്നത്. എത്രത്തോളം ക്രെഡിറ്റ് അനുവദിക്കണം എന്ന ഒരു സ്ഥാപനത്തിന്റെ ഡിസിഷനാണ് ക്രെഡിറ്റ് പോളിസി. എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് റിസീവബിൾസ് നടത്തണം എന്നുള്ള തീരുമാനമാണ് ക്രെഡിറ്റ് പോളിസി. എ ഫേംസ് ക്രെഡിറ്റ് പോളിസി ഡിറ്റർമൈൻസ് ദ എമൗണ്ട് ഓഫ് റിസ്ക് എ ഫേം ഈസ് വില്ലിംഗ് ടു അണ്ടർടേക്ക് ഇൻ ഇറ്റ്സ് സെയിൽ ആക്ടിവിറ്റീസ്. അപ്പൊ ക്രെഡിറ്റ് പോളിസിയിലൂടെ സെയിലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ എത്രത്തോളം റിസ്ക് ഒരു സ്ഥാപനം എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ട്രേഡ് പോളിസി ലിബറൽ ആണെങ്കിൽ റിസീവബിൾസിന്റെ അളവെന്ന് പറയുന്നത് കൂടുതലായിരിക്കും. റിജിഡ് പോളിസിയിനേക്കാളും കൂടുതലായിരിക്കും ലിബറൽ പോളിസിയിൽ റിസീവബിൾസിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ക്രെഡിറ്റ് പോളിസി, ദാറ്റ് ഈസ് റിസീവബിൾ മാനേജ്മെന്റ്, ഈസ് ത്രീ ഫോൾഡ്. ക്രെഡിറ്റ് പോളിസിയുടെ ഒബ്ജക്റ്റീവ് മൂന്നെണ്ണമാണ് വരുന്നത്. ഒന്ന്, ടു മെയിൻറ്റെയിൻ ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ റിസീവബിൾസ്, ടു കീപ് ഡൗൺ ദ ആവറേജ് കളക്ഷൻ പീരീഡ്, ടു ഒബ്റ്റെയിൻ ദ ഒപ്റ്റിമം ലെവൽ ഓഫ് സെയിൽസ്. മൂന്ന് ഒബ്ജക്റ്റീവ് മുൻനിർത്തിക്കൊണ്ടാണ് ക്രെഡിറ്റ് പോളിസി തയ്യാറാക്കുന്നത്. റിസീവബിൾസിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അത് കറക്റ്റ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, ആവറേജ് കളക്ഷൻ പീരീഡ് കുറച്ചുകൊണ്ട് വരിക, സെയിൽസിന്റെ ലെവല് ഒപ്റ്റിമൽ ലെവല് കറക്റ്റ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ക്രെഡിറ്റ് പോളിസിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. There are three steps in credit policy. First, the credit policy is to be formulated by deciding the credit conditions, terms and standards. ക്രെഡിറ്റ് പോളിസിയിൽ 3 സ്റ്റെപ്പാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ക്രെഡിറ്റ് പോളിസിയുമായി ബന്ധപ്പെട്ട ക്രെഡിറ്റ് കണ്ടീഷൻസ്, ടേംസ്, സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ്ലി, ക്രെഡിറ്റ് പോളിസി ഈസ് ടു ബി എക്സിക്യൂട്ടഡ്. രണ്ടാമത് ക്രെഡിറ്റ് പോളിസി എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. തേർഡ്ലി, ക്രെഡിറ്റ് പോളിസി ഈസ് ടു ബി ഇവാലുവേറ്റഡ് ബൈ കളക്ടിങ് ആൻഡ് അനലൈസിങ് ദ ഇൻഫർമേഷൻസ്. ക്രെഡിറ്റ് പോളിസി അത് ഇവാലുവേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ട്രേഡ് ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് ട്രേഡ് പോളിസി ഇവാലുവേറ്റ് ചെയ്യുകയാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. ക്രെഡിറ്റ് പോളിസിയിൽ 3 സ്റ്റെപ്പാണ് വരുന്നത്. ഒന്ന്, ഡിസൈഡിങ് ദ ക്രെഡിറ്റ് കണ്ടീഷൻ, ടേംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. രണ്ടാമത്, എക്സിക്യൂട്ടിംഗ് ദ ക്രെഡിറ്റ് പോളിസി. 3, ഇവാലുവേറ്റിംഗ് ദ ക്രെഡിറ്റ് പോളിസി. അടുത്തത്, ഗോൾസ് ഓഫ് ക്രെഡിറ്റ് പോളിസി. ക്രെഡിറ്റ് പോളിസിയുടെ ഗോൾസ് എന്ന് പറയുന്നത് അച്ചീവിംഗ് ഗ്രോത്ത് ഇൻ സെയിൽസ്, ഇൻക്രീസിംഗ് പ്രോഫിറ്റ്സ്, മെയിൻറ്റെയിനിങ് ലിക്വിഡിറ്റി, ഫോർത്ത് വൺ, മീറ്റിംഗ് കോമ്പറ്റീഷൻ. 4 ഗോൾസ് ആണ് ക്രെഡിറ്റ് പോളിസിക്ക് വരുന്നത്. സെയിൽസ് കൂട്ടുക, പ്രോഫിറ്റ് കൂട്ടുക, ലിക്വിഡിറ്റി ഉറപ്പാക്കുക, കോമ്പറ്റീഷനെ ഓവർകം ചെയ്യുക. The main purpose of granting credit is to increase sales. Some customers who are not in a position to pay cash are attracted due to the credit facilities. ക്രെഡിറ്റ് പോളിസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സെയിൽസ് കൂട്ടുക എന്നുള്ളതാണ്. ചില കസ്റ്റമേഴ്സിന് സെയിൽസ് നടത്തുമ്പോഴത്തേക്കും ക്യാഷ് പേ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെയിൽസ് കൂടുന്നതനുസരിച്ച് പ്രോഫിറ്റും കൂടുന്നതാണ് സെയിൽസ്. ക്രെഡിറ്റ് സെയിൽസിന് ഹയർ മാർജിൻ ഓഫ് പ്രോഫിറ്റ് ആണ് ചാർജ് ചെയ്യുന്നത്. സിൻസ് അക്കൗണ്ട് റിസീവബിൾ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്, സോ ദേ ഹെൽപ് ടു മെയിൻറ്റെയിൻ ലിക്വിഡിറ്റി ആസ് കമ്പയർഡ് ടു ഇൻവെന്ററീസ്. അക്കൗണ്ട് റിസീവബിൾസിനെ ക്യാഷ് ആക്കി പിന്നീട് മാറ്റാൻ സാധിക്കും എളുപ്പത്തിൽ. അതുകൊണ്ട് തന്നെ
ഇൻവെന്ററീസിനേക്കാളും കുറച്ചും കൂടെ ലിക്വിഡിറ്റി ഉള്ളതാണ്. ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അക്കൗണ്ട് റിസീവബിൾസിലൂടെ സാധിക്കുന്നതാണ്. സംടൈംസ് ഇൻ സിറ്റുവേഷൻസ് ഓഫ് ഇന്റൻസ് കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ് വിത്ത് അതേഴ്സ്, ഫേംസ് മേ ബി ഏബിൾ ടു മീറ്റ് കോമ്പറ്റീഷൻ ത്രൂ ക്രെഡിറ്റ് സെയിൽസ്. അപ്പോൾ മാർക്കറ്റിൽ ടഫ് കോമ്പറ്റീഷൻ ആണെങ്കിൽ ആ കോമ്പറ്റീഷൻ പലപ്പോഴും ഓവർകം ചെയ്യുന്നത് ക്രെഡിറ്റ് സെയിൽസിലൂടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാകാം. ഇറ്റ് മേ ഓഫർ ഡിസ്കൗണ്ട് ഇഫ് ദ കസ്റ്റമർ ഈസ് പേ ഇൻ ടൈം. അതിനുശേഷം കസ്റ്റമർ കറക്റ്റ് സമയത്ത് പേ ചെയ്യുകയാണെങ്കിൽ കസ്റ്റമർക്ക് ഡിസ്കൗണ്ടും അനുവദിക്കാറുണ്ട്. ഒരു സ്ഥാപനം ലിബറൽ ആയിട്ടുള്ള ക്രെഡിറ്റ് പോളിസി ഫോളോ ചെയ്യുവാണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ സെയിൽസ് കൂടുകയും പ്രോഫിറ്റ് കൂടുകയും ചെയ്യും. പക്ഷെ അതോടൊപ്പം തന്നെ ആ സ്ഥാപനത്തിന്റെ ബാഡ് ഡെബ്റ്റ്സ്, കിട്ടാക്കടം കൂടുകയും അങ്ങനെ റിസ്ക് കൂടുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഒരു ടൈറ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് പോളിസി ആണെങ്കിൽ അത് സെയിൽസ് കുറയും, പ്രോഫിറ്റ് കുറയും ചെയ്യും. പക്ഷേ സ്ഥാപനത്തിന്റെ ലിക്വിഡിറ്റി അത് കൂട്ടുകയും ചെയ്യുന്നതാണ്. ഈ പറയുന്ന ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്, ലിബറൽ ആയിട്ടുള്ള ക്രെഡിറ്റ് പോളിസിയിലൂടെ ലിക്വിഡിറ്റി കുറയുകയും പ്രോഫിറ്റബിലിറ്റി കൂടുകയും ചെയ്യും. റിജിഡ് ആൻഡ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് പോളിസിയിലൂടെ ലിക്വിഡിറ്റി കൂടുകയും പ്രോഫിറ്റബിലിറ്റി കുറയുകയുമാണ് ചെയ്യുന്നത്. സോ എ ഫേംസ് ക്രെഡിറ്റ് പോളിസി ഷുഡ് ബി സച്ച് ദാറ്റ് ക്യാൻ മെയിൻറ്റെയിൻ ബാലൻസ് ബിറ്റ്വീൻ ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനത്തിന്റെ ക്രെഡിറ്റ് പോളിസി എന്ന് പറയുന്നത് അത് ഒരേ സമയത്ത് ലിക്വിഡിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാകണം. ഹൗവർ ക്രെഡിറ്റ് പോളിസി ഡിപ്പെൻഡ്സ് അപ്പോൺ മെനി ഫാക്ടേഴ്സ്. ക്രെഡിറ്റ് പോളിസിനെ പല ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ട്. ദേ ആർ പെർസെൻറ്റേജ് ഓഫ് ക്രെഡിറ്റ് സെയിൽസ് ടു ടോട്ടൽ സെയിൽസ്. ടോട്ടൽ സെയിൽസിന്റെ എത്രയാണ് ക്രെഡിറ്റ് സെയിൽസ് വരുന്നത്. നേച്ചർ ഓഫ് ബിസിനസ് ആൻഡ് കൺവെൻഷൻ പ്രിവെയിലിംഗ് ഇൻ ദ ട്രേഡ്. എങ്ങനെയുള്ള ബിസിനസ് ആണ്, ബിസിനസ്സിൽ നിലവിലുള്ള കൺവെൻഷൻ എങ്ങനെയാണ്. ദ ലെവൽ ഓഫ് സെയിൽസ്, എത്രത്തോളമാണ് സെയിൽസ് ഉള്ളത്. ഹയർ ദ സെയിൽസ് ഹൈ വിൽ ബി ദ റിസീവബിൾസ് ആൻഡ് വൈസ് വേഴ്സ. സെയിൽസ് കൂടുതലാണെങ്കിൽ റിസീവബിൾസും കൂടുതലായിരിക്കും, സെയിൽസ് കുറവാണെങ്കിൽ റിസീവബിൾസ് കുറവായിരിക്കും. ദ കളക്ഷൻ പോളിസി, എങ്ങനെയാണ് കളക്ഷൻ പോളിസി. ദ ക്വാളിറ്റി ഓഫ് കസ്റ്റമേഴ്സ് ആൻഡ് ദ ടേംസ് ഓഫ് സെയിൽസ്. കസ്റ്റമേഴ്സിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് ടേംസ് ഓഫ് സെയിൽസ് വരുന്നത്. ഇത്രയും ഫാക്ടേഴ്സ് ആണ് ക്രെഡിറ്റ് പോളിസിനെ അഫക്റ്റ് ചെയ്യുന്നത്.